സ്നേഹമുള്ളവരെ, ഈ വർഷത്തെ ഓശാന ആഘോഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകത നിറഞ്ഞ ഒന്നാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എപ്രകാരമാണോ ഓശാന ആഘോഷിച്ചത്, അതേ പ്രതീതി ജനിപ്പിക്കുമാറ് ഈ വർഷവും നമുക്കിവിടെ അത് പുനരവതരിപ്പിക്കുവാനായിട്ട് നമ്മുടെ ഈ ചൗക്ക ഇടവകയിലെ മതാധ്യാപകരുടെയും PTA നേതൃത്വത്തിൽ സാധിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ ഈ ഓശാന പ്രദക്ഷിണവും ആഘോഷവുമൊക്കെ നിങ്ങൾ നടത്തി. ഇതിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഏറെ മനോഹരമായിട്ടുണ്ട്. ഇതിനെ ഒത്തിരി സ്ട്രെയിൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, ഓശാനയെക്കുറിച്ച് പറയുമ്പോൾ 4 ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. ഒന്നാമതായിട്ട്, ഓശാന ഈശോയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണമാണ്. ഈശോ വ്യത്യസ്തനായ രീതിയിൽ നമ്മുടെ മുമ്പിൽ രാജാവായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. സാധാരണ കാണുന്ന ഒരു രാജാവിനെ പോലെയല്ല ഈശോ ഇവിടെ പ്രത്യക്ഷപ്പെടുക. വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതായി കാണാം. രണ്ടാമതായിട്ട്, കഴുതയുടെ പുറത്താണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. സാധാരണ ഒരു രാജാവ് എഴുന്നള്ളുന്നത് കുതിരപ്പുറത്താണെങ്കിൽ ഇവിടെ കഴുതയുടെ പുറത്താണ്. തികച്ചും വിനയാന്വിതനായിട്ട് ഈശോ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം. മൂന്നാമതായിട്ട്, ഓശാന എന്ന് പറയുന്നത് നമ്മോട് തന്നെ ഒരു ആഹ്വാനമാണ്. നമ്മളാകുന്ന ദേവാലയത്തെ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണമെന്നുള്ള ആ വലിയ ബോധ്യം നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. നമ്മുടെ ഈശോ ജെറുസലേം ദേവാലയത്തിലെ കച്ചവടക്കാരെയും നാണയം അറ്റക്കാരെയും ഒക്കെ അടിച്ച് പുറത്താക്കുന്നതിലൂടെ, ഒരു വിപ്ലവകാരിയുടെ വേഷം ധരിക്കുന്നതിലൂടെ ഈശോ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ, ഹൃദയത്തെ നിർമ്മലമായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നാലാമതായിട്ട്, ഈ ഓശാന എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് റോമൻ ആധിപത്യത്തിൽ നിന്ന് യഹൂദ ജനതയെ രക്ഷിക്കണമെന്നുള്ള വലിയ ആക്രോശമാണ് കേട്ടതെങ്കിൽ, ഇന്ന് നമ്മുടെ പാപങ്ങളിൽ നിന്ന്, നമ്മുടെ രോഗങ്ങളിൽ നിന്ന്, നമ്മുടെ കഷ്ടതകളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കണമെന്ന് നമുക്ക് ഈ ഓശാന വിളിയിലൂടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഓശാനയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.